ഈ ചിന്നി കിടക്കുന്ന മരം മറ്റാണ്. ഇവിടെ ഒരു ടണൽ കണ്ട, നിങ്ങളൊന്നും ഉപദ്രവിക്കണ്ടേ. ഇല്ല, ടണലിന്റെ ഈ സൈഡിലാണ് ഞാൻ ക്യാമറ വെച്ചത്. ഇവിടെ ക്യാമറ വെച്ചു. ഇതിലൂടെ ഒലിക്കും. ക്യാമറ എങ്ങനെ ഓണായി? ഫ്ലാഷും കത്തി സൗണ്ടും കേട്ട്. അതെങ്ങനെ? ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചാണല്ലോ. ശരി, അവര് ലൈറ്റ് പെട്ടെന്നില്ലേ? അതന്നെ ഫ്ലാഷ് അല്ല, അതന്നെ, അത് ഞാൻ ശ്രദ്ധയിൽ പെട്ടില്ല. ഞാൻ വിചാരിച്ചു നീ ഓണാക്കി. അല്ലേ, എന്റെ ക്യാമറ ഓഫ് അല്ലേ? നിങ്ങൾ തന്നെയല്ലേ അവിടെ ഇപ്പൊ ഓഫ് ആക്കിയത്. ടൂന്നൊരു സൗണ്ടും കേട്ടു. ഇത് ചിന്നി കിടക്കുന്ന മരം മറ്റാണോ? അയ്യോ, പേടിപ്പിക്കല്ലേ. അല്ല, എനിക്കിങ്ങനെ ലൈവായിട്ട് സംഭവം കണ്ടുകൊണ്ട് ഒരു ചെറിയൊരു ഇത് വന്നു, പേടി വന്നു. അതെങ്ങനെ ഫ്ലാഷ് ഓൺ ആയത്? ഫ്ലാഷ് ക്യാമറ ഓൺ ആയി. റെക്കോർഡിംഗ് ആണപ്പോ ഈ ക്യാമറ ഇപ്പൊ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കാന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അത് ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ അവിടെ പോയി നോക്കട്ടെ. ആ റെക്കോർഡ് അതെങ്ങനെ? ഈ ക്യാമറ ഞാൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടാ. ഇത് ഞാൻ അവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, താനെ അത് റെക്കോർഡ് ഓൺ ആയി. എങ്ങനെയാന്ന് എനിക്കും അറിയില്ല. ഒരു ചെറിയൊരു ശബ്ദവും കിട്ടും. ഞാൻ എന്തായാലും ഓഫ് ആക്കട്ടെ. പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായി കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞുതരാം. ഞാന് ഫുഡ് കഴിക്കുന്നത്, ഞങ്ങളിപ്പോ ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയാ, എന്റെ ഒരു ആംഗിൾ എടുത്ത് ഞാൻ എന്റെ ഏകദേശം ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ക്യാമറ എവിടെയെങ്കിലും മാറ്റി അവിടെ വെക്കും, ഓഫ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ ആ മൂലക്ക് വെച്ച് ആ ഗുഹയില്ലേ, ആ കോർണറിലാ ക്യാമറ ഉള്ള, അവിടെ ഗുഹയുണ്ട് കേട്ടാ. അതിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ക്യാമറ വെച്ചത്. അപ്പൊ മൂപ്പര് ആംഗിൾ ഓൺ ആക്കിയിട്ട്, ഇപ്പൊ എനിക്ക് എന്റെ സബ്സ്ക്രൈബറിനൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചു. അപ്പൊ മൂപ്പരെ കാര്യം പറയേണ്ടിയിട്ടാണ് മൂപ്പര് ക്യാമറ ഓൺ ആക്കി വെച്ചത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഫ്ലാഷ് അങ്ങ് ഓൺ ആയി. ക്യാമറ റെക്കോർഡിങ് ഞാൻ കണ്ടിട്ടില്ല. ഫ്ലാഷ് കത്തി ഒരു സൗണ്ടും വന്നു. ഞങ്ങള് ഇതുവരെയും ഫ്ലാഷ് കത്തിച്ച് ഞങ്ങള് ഷൂട്ട് ചെയ്യില്ല. ഫ്ലാഷ് കത്തിച്ചിട്ട് ഷൂട്ട് ചെയ്യാറില്ല. എന്റെ മനസ്സിൽ എന്താ അറിയോ, നീ എങ്ങാനും കത്തിച്ചതാണോ? അല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന, ഞാനിങ്ങനെ അവിടെയുള്ള ക്യാമറ അത്ര പോയില്ല. എന്താ ചെയ്യാ മോനെ, ഇപ്പൊ സീന് മാറി കേട്ടാ. ഇങ്ങനെയുള്ള അനുഭവം ആദ്യമായിട്ടാ. ഞാനിങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്തോ ഒരു ലൈറ്റ് കൂടിയ പോലെ. ഞാൻ എന്റെ ക്യാമറ നോക്കുമ്പോണ്ട് അതിൻ്റെ അകത്ത് ഫ്ലാഷ്. അപ്പൊ ഞാൻ ആകെ സ്റ്റക്കായി. ഞാൻ വിളിച്ച് ടോർച്ച് അങ്ങനെ കത്തിയായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ക്യാമറയിൽ ഉള്ള സബ്സ്ക്രൈബറിനോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ റെക്കോർഡ് ഓൺ ആയിക്കണമെന്ന് വേണ്ടി പോയി നോക്കുമ്പോ റെക്കോർഡ് ഓൺ ആണ്. അതെങ്ങനെയാ? ഒരു ശബ്ദവും കേട്ടു. ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ക്യാമറ വെച്ചെന്ന് കാണിച്ചു തരാം. എന്റെ ക്യാമറ ഇവിടെ വെച്ചാ, പക്ഷെ ക്യാമറ സ്റ്റാർട്ട് അല്ലായിരുന്നു കേട്ടാ. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ടണൽ കണ്ട. ഈ ടണലിന്റെ ഈ സൈഡിലാണ് ഞാൻ ക്യാമറ വെച്ചത്. ഇവിടെ ക്യാമറ വെച്ച്. അത് എങ്ങനെ ഓണായി എന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടിയില്ല. പക്ഷെ ഇവിടെ ആരുണ്ടെങ്കിലും ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങളിവിടെ ഒരു ക്യാമ്പ് ചെയ്തിട്ട് നാളെ പോകേണ്ട പരിപാടിയാണ്. അപ്പോ കേട്ടാ, ഇവിടെ ആരുണ്ടെങ്കിലും നിങ്ങൾ ആരും ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടാ. ഞങ്ങളൊന്നും ചെയ്യരുത് കേട്ടാ. ഞങ്ങള് ഫുഡും കഴിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്ത് രാവിലെ എണീച്ച് പോയിക്കോളാം കേട്ടാ. ഞങ്ങളൊന്നും ഉപദ്രവിക്കരുതേ. അപ്പൊ ഓക്കെ, ഞാൻ കിടക്കാൻ നോക്കട്ടെ. ഇങ്ങനെ ഒരു ലൈവായിട്ട് കാര്യം നടന്നുകൊണ്ട് പറയാണ് കേട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല.
ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. കൺമുമ്പിൽ നിന്ന് ഒരു സംഭവം നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു രോമാഞ്ചം വരില്ല, ഒരു പെട്ടെന്ന് ഒരു കുളിര് പോലെ അങ്ങനെ തോന്നി. പിന്നെ ഇവിടെ വന്നപ്പം തൊട്ടേ പ്രശ്നങ്ങളാ. ലൈറ്റ് ഉരുണ്ട് പോയി, ഞാൻ ഉരുണ്ട് വീണു, പിന്നെ മൈക്ക് എടുത്ത് കളഞ്ഞു. നോക്കാം, എന്തായാലും ഒന്നും അല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഏത് ഞാൻ പറഞ്ഞില്ല, അത് എനിക്കും ഒരു പിടുത്തമില്ല. എന്താ പറഞ്ഞാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ കൺമുമ്പിൽ ഇപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് തെറ്റിയിട്ട് ക്യാമറ ഓൺ ആയതാണെങ്കിൽ ഞങ്ങളോട് അത് മറന്നുപോയതാ അങ്ങനെ എന്തൊക്കെ നമുക്ക് വിചാരിക്കാം. മനസ്സിലായില്ലേ? ഞങ്ങൾ അങ്ങോട്ട് കണ്ണ് തിരിച്ചപ്പോ പെട്ടെന്ന് ക്യാമറ ഓൺ ആയി. എനിക്കുണ്ട്. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ഇല്ല, ഞാൻ ഈ ഹാമക്കിൽ കണ്ണ് തുറന്നിട്ട് തന്നെ ഇരിക്കാൻ പോവാ. കണ്ണടച്ച് കിടക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്. നീ പറഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടി പേടിയാവുക. അതെ, എനിക്കും പേടിയാണ്. ഞാൻ റിയൽ ആയിട്ട് തന്നെയാ പറയുന്നത്. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ആ എന്താ സംഭവിച്ചെന്നുള്ളൊരു ആകാംക്ഷ. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ അതന്നെ, നിങ്ങളെ ക്യാമറ ഓഫായി. എന്താ സംഭവിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ വന്നപ്പം തൊട്ടിട്ട് കംപ്ലീറ്റ് എററാ. എന്താ പറഞ്ഞാല് ലൈറ്റ് പോയി, മൈക്ക് കളഞ്ഞു പോയി അറിയാണ്ട്. എന്നിട്ട് അത് എടുത്തോണ്ട് വന്നു. ലൈറ്റ് പോയി, ഇത്ര പാടുപെട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ വീണു. പിന്നെ വരുന്ന വൈക്കുന്ന ഒരു സംഭവം നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നിങ്ങൾ ഡ്രോൺ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഡ്രോണ് താനെ കൺട്രോൾ ഇല്ലാണ്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയ ഓർക്കണ്ട? ഇപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. ഡ്രോണ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നീക്കുകയാണ്, ഡ്രോൺ അങ്ങോട്ടേക്ക് പോവാണ്. Aircraft will return to the home point in 10 seconds. Return to home. Landing. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ മുമ്പ് പറഞ്ഞ അതിന്റെ ചാർജ് തീരാറായിട്ടുണ്ടാവും, അതുകൊണ്ടാ സംഭവം. അവസാനം കുറെ പാടുപെട്ടിട്ടാണ് ചങ്ങായിനെ ഇങ്ങോട്ട് കൂട്ടി കയറ്റത്. എന്നിട്ട് അത് പാക്ക് ചെയ്ത് എന്നിട്ടാണ് ഞങ്ങൾ കേറിയപ്പോഴാണ് ലൈറ്റ് പോയത്. ലൈറ്റ് ഉരുണ്ട് പോയി. എന്തൊക്കെയോ സംതിങ് റോങ് ഉണ്ട്. അതായത് ഡ്രോണിന്റെ കാര്യം ഞാനിപ്പോ ആലോചിക്കുന്നത്, അത് വിട്ടപ്പോ നമ്മളെ കൺട്രോളിൽ കൺട്രോളിൽ പോയി. എനിക്കിപ്പോ അത് ഓർമ്മ വന്നത്. വന്ന പാടുന്ന ലൈറ്റ് പോയി. ലൈറ്റും പോയി, മൈക്ക് പോയി. കൊമ്പ് പൊട്ടിട്ട് കളഞ്ഞപ്പം കൊമ്പിന്റെ കൂടെ മൈക്കങ്ങ് പോയി. പിന്നെ ഞാൻ ഉരുണ്ടിട്ട് വീണു. ക്യാമറ ഓഫായി. ഇവരുടെ ക്യാമറ എന്റെ ക്യാമറ ഇതുപോലെ ഓഫ് ആയിട്ടില്ല കേട്ടോ. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇതുവരെ ഓഫ് ആയിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതെ, ക്യാമറ മൂപ്പര ഓഫായി. എന്നിട്ടിപ്പോ എന്റെ ക്യാമറ അല്ല മൂപ്പര ഷോട്ട് റെക്കോർഡ് ചെയ്തത്. നിങ്ങൾ കടന്നു, ഞാനിവിടെ അങ്ങേപ്പുറം തലയിരിക്കല്ലേ. നിങ്ങൾ അങ്ങോട്ട് നോക്ക്, ഞാൻ ഇങ്ങോട്ട് നോക്കാം. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ അറ്റൻഷനിൽ ഇരിക്കാൻ. ഉറങ്ങിപ്പോയാൽ ഉറങ്ങും, ഇത്ര തന്നെ. എന്റെ സ്ഥിരം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാൽ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഉറങ്ങിപ്പോവാണെങ്കിൽ അങ്ങ് ഉറങ്ങും, അല്ലാതെ ഞാൻ ഉറങ്ങൂല. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അപ്പം നിങ്ങളെല്ലാരും പോയിട്ട് കിടന്നോ. ഞങ്ങളെന്തായാലും ഇവിടെ അനുഭവിച്ചേ പറ്റൂ. ബൈ. ലൈറ്റ് അങ്ങനെ തന്നെ ഇരുന്നോട്ടല്ലേ. ഞാൻ എന്തായാലും ഉറങ്ങുന്നില്ല, നല്ല ക്ഷീണമുണ്ട്. ചിലപ്പോ ഞാൻ ഉറങ്ങിപ്പോയാ ഭാഗ്യം. എനിക്കും പേടിയുണ്ട്. പേടിയല്ല, ഒരാകാംക്ഷ. ഒരാകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള. എന്തായാലും ഞാൻ വാച്ച് ചെയ്യാണ് ഇങ്ങനെ. ഓക്കെ, ഗുഡ് നൈറ്റ്.
തണുക്കുണ്ടോ? നല്ല തണുപ്പുണ്ട്. നല്ല തീയിട്ടില്ലല്ലോ. കിടക്കല്ലേ കുറച്ചേരം. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു 3:30-4 മണിയായി ഉറങ്ങാൻ കേട്ടാ. പിന്നെ ഉറങ്ങിപ്പോയി ഓട്ടോമാറ്റിക്കായിട്ട്. ഒന്നും ഓർമ്മയില്ല. നല്ല തണുപ്പാ. അവിടെയായിരുന്നു ഇന്നലെ രാത്രി എൻ്റെ ലൈറ്റ് പോയി തങ്ങിയുന്നത് കേട്ടാ, ആ ചെടീൻ്റെ ഇടയിൽ. അവിടെ നേരെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ്, പിന്നെ ഒരു ലേക്ക് പോലെ കാണുന്നില്ലേ, അതിൻ്റെ അകത്തായിരുന്നു പോയത്. എന്തായാലും പോവാതെ രക്ഷപ്പെട്ടു. ഇവിടെ ഇന്നലെ ചെറുങ്ങനെ എന്താ പറയാ, ഒന്ന് പേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെട്ടെന്ന് ഈ ക്യാമറ ഒക്കെ ഓണായല്ലോ, അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടപ്പോൾ ചെറുങ്ങനെ ഞെട്ടി. പിന്നെ ഉറങ്ങിയില്ല, കുറെ ലേറ്റ് ആയല്ലോ ഉറങ്ങാൻ, താനേ ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ അതൊക്കെ ആയിരുന്നു വിശേഷം. ഞാൻ അതിലൊന്നും വിശ്വസിക്കാറില്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പിന്നെ എന്തായാലും നല്ല ഹാപ്പിയായി എല്ലാം. ഇന്നലെ രാത്രി കഴിഞ്ഞു, രാവിലെ ആയി. ഇനിയിപ്പം ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നീങ്ങിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യണം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ എങ്ങനെ കയറി ഫുഡ് കഴിക്കാം. സാധനങ്ങളൊന്നും ഇല്ലല്ലോ കയ്യിൽ. പിന്നെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പറ്റുമോ നോക്കണം. സാധനം വാങ്ങിയിട്ട് വേറെ അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്ത ലൊക്കേഷനിൽ പോട്ടെ. ഇവിടെ നിൽക്കുന്ന ശരിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, അല്ല പരിചയക്കാർക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് മറ്റേ കിളീൻ്റെ ഒരു കൂടുണ്ട്. മണ്ണുകൊണ്ട് കൂട് കെട്ടുന്ന കിളിയില്ലേ, വേണ്ട വേണ്ട, അതിൻ്റെ മൊത്തം കൂടാണ് ഈ കാണുന്നത്. ഇവിടെ നോട്ട് ഇവിടം വരെ, ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. വേണ്ട, ഉള്ളു കാണാൻ പറ്റുന്നില്ല, നല്ല അകത്തോട്ടായിട്ടാണുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറം വേറെ ഇതുകൊണ്ട് വേണ്ട.
ഇങ്ങോട്ട് പോയല്ലോടാ. അങ്ങോട്ട് പോലെ അതില് താഴോട്ടേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് താഴോട്ട്. ഇവിടെ ഭയങ്കര അന്തരീക്ഷം ഭയങ്കരാണല്ലോ. പോ നോക്കിറങ്ങ കേട്ടോ. അങ്ങോട്ട് താഴോട്ട് പോലെ. ആ ഓയ് എന്റെ പൊന്നെ, ഇതെന്താ? എന്താ വീരല്ലേ? നമുക്ക് അങ്ങോട്ട് പോണ്ട, താഴോട്ട് പോവാ. അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് ഇറങ്ങല്ലേ? ഇല്ല, ഇങ്ങോട്ട് തന്നെ പോവാ. ഇപ്പൊ നീ എന്നെ വലിച്ചിട്ട് വീണാണ്ടല്ലോ, പെയിന്റ് പോകും. എന്താ പൊന്നെ, ഇതൊന്ന് പനയാ? ഇത് പനയാ? പനയല്ലേ ഇത്? പാലയാ? നോക്കിയേ. പനയാണല്ലേ? എന്റെ മോനെ തളർന്നു. ഇവിടെ ബാഗൊന്ന് ഇറക്കി വെക്കട്ടെ. വെള്ളം ഉണ്ട്. താഴോട്ട് പോകണം.
നല്ല കാടാണ്, മൃഗങ്ങളുണ്ടാവും. അതെയാ, ഉണ്ടാവോ മൃഗങ്ങള്? ഉണ്ടാവും, ഫോറസ്റ്റ് അല്ലേ. മൃഗങ്ങളല്ലേ വേണ്ടത്. മൃഗങ്ങളെ വേണ്ട, ബാക്കിയുള്ള കാലമൊക്കെ തൊലി പോയി. നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ല ജംഗിൾ ബൂട്ട് വാങ്ങിയിടാന്? പിന്നെ വരുമ്പോ ഫുൾ സ്ലീവ് ഇട്. ഫുൾ സ്ലീവ് ഇടണല്ലേ? ആ, നല്ല കൊതുകുണ്ട്. ഇതൊക്കെ കൊതുക് പറക്ക നോക്കിയേ. ഓ, വെള്ളം കുടിക്കാം. ഞാനും അതിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു വെള്ളം കുടിക്കാൻ. എന്താ സുഖം. ഭയങ്കര കൊതുക്. ഇവിടുന്ന് വേ സ്ഥലം വിടല്ലേ? ഭയങ്കര കൊതുക് വിടാ. അതെ. ആ, ഭയങ്കര കൊതുക്. എന്ത് കൊതുകാ. താട്ട് പോലെ താട്ട് പോന്നല്ല. ആ, എവിടെയെങ്കിലും പോയി എത്തിട്ടേ എന്തെങ്കിലും ഫുഡും കഴിക്കണ്ടേ. നല്ല കൊതുക് അടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സ്ഥലത്തെത്തിട്ട് എന്തെങ്കിലും ഫുഡും കഴിക്കണം എന്നറിയാം. താഴോട്ട് പോയ ഡേഞ്ചറാണ്, എന്നാലും നോക്കാല്ലേ. അതെ. മഴ പെയ്യാനായി. പോലെ ആ, പോവാ, അങ്ങോട്ടേക്ക് തന്നെ പോവാ. പെട്ടെന്ന് പോവാ. ഇതിപ്പോ ഇറങ്ങണല്ലോ. അതെ. പോട്ടെ. ഊറിയ സ്ലിപ്പായാ. നല്ല കാഴ്ചയല്ലേ ഇത്. ഇതിങ്ങനെ ഇറങ്ങി വന്നത് ഞങ്ങളായോണ്ട് ഇറങ്ങി ഇങ്ങനെ കേട്ടാ. സീവീഡിന്റെ ശബ്ദം നോക്കിയാ. നമുക്ക് എവിടെ നിന്ന് പോയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കളയണ്ട. ഇങ്ങനെ അതുപോലെ അതെ, കുറച്ചേരം ഇവിടെ ഇരിക്കാം. കുക്ക് ചെയ്യണ്ടേ, വെള്ളം കുടിക്കട്ടെ. നല്ലതാ അല്ലേ.
കടിച്ച് പറിച്ച് എന്തെങ്കിലും ഫുഡ് വെക്കണോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് പറ്റില്ല. എവിടെയും പോയി കുക്ക് ചെയ്യണ്ട. അതെ, ഇവിടെ നോക്കിയാൻ പറ്റുമോ? മഴ പെയ്യാതെ. അതാ മഴ പെയ്തോ? ഇവിടെ നോക്കിയാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സ്ഥലല്ലേ ഇവിടെ? കൊതുകുണ്ട്. കൊതുകുണ്ട്. അപ്പം പെട്ടെന്ന് ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ട് എങ്ങനെ പരിപാടി പ്ലാൻ കുക്ക് ചെയ്യണം. അതെ, അത് ഞങ്ങൾക്ക് ഇവരോട് പറയണ്ടേ, ഞങ്ങൾ കുറെ എന്തായാലും നടക്കുന്നു. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞങ്ങൾ രണ്ടുപേരും അതേ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു വേറൊരു കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വല്ലാത്തൊരു കാട്, നല്ലൊരു കാട്, കൊതുക്, അട്ട എല്ലാം ഉണ്ട്, അനിമൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഡൻസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കുക്കിങ്ങും സ്റ്റേന്റെ ഒക്കെ പരിപാടി നോക്കാം. കുറച്ചുകൂടി മുന്നോട്ട് പോയോ? കുറച്ചങ്ങോട്ട് പോയിട്ട്. അപ്പോ ഞങ്ങളെ പ്ലാൻ ഇതായിരുന്നു. പോകണം, അങ്ങോട്ട് പോകണം. എവിടാ? കുറച്ച് വെളിച്ചമുള്ള വെളിച്ചുള്ളടത്തേക്ക് പോയി. ഇവിടെ എവിടെയും വെളിച്ചം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല.